എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. എങ്ങനെയെങ്കിലും ദാസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടണം. കാരണം ഇപ്പോൾ ദാസിന്റെ പിടിയിലാണല്ലോ ശ്രുതി. എന്തെങ്കിലും ദാസിനെ ദേഷ്യപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മുൻകാല ചരിത്രമെല്ലാം ദാസ് തൻ്റെ കുടുംബത്തിൽ പോയി പറയും. അത് വിശ്വസിക്കാനായിട്ട് സച്ചിയും അങ്ങനെ കുറച്ച് പേര് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ തൻ്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും എന്ന് ശ്രുതിക്ക് അറിയാം. ഇനി ശ്രുതി എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. 25 ലക്ഷം രൂപ തൻ്റെ കയ്യിലുണ്ടെങ്കിൽ പോലും അത് സുധിയുടെ അക്കൗണ്ടിലാണ്. സുധിയുടെ അക്കൗണ്ടിൽ നിന്നും സുധി അറിയാതെ ശ്രുതിക്ക് പൈസ എടുക്കാൻ പറ്റത്തില്ല. സുധി അറിഞ്ഞു കഴിഞ്ഞാലോ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഈ പൈസ എന്തിനായിരിക്കുമെന്ന് ചോദിക്കും. ഇനി എങ്ങനെയായിരിക്കും ശ്രുതി ഈ ഒരു പ്രശ്നത്തിൽ നിന്നും രക്ഷപ്പെടുന്നത്? അത് മാത്രമല്ല, സച്ചിയെ തേടി വലിയൊരു അപകടം തന്നെ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്. എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ മീരയും ശ്രുതിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാസ് വന്നത്. ദാസ് വന്ന ഉടനെ തന്നെ എന്നത്തെയും പോലെ തന്നെ തൻ്റെ ആവശ്യമായ 1 ലക്ഷം രൂപ ചോദിച്ചു. എനിക്ക് പൈസയുടെ കുറച്ച് ആവശ്യമുണ്ട്, ഞാനൊരു വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ്, അപ്പം അതിന് കുറേ ചിലവുകളുണ്ട്, അപ്പം അതിന് വേണ്ടിയിട്ട് എനിക്ക് 1 ലക്ഷം രൂപ വേണമെന്ന് ദാസ് ശ്രുതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവളെന്തിന് നിങ്ങൾക്ക് പൈസ തരണമെന്ന് മീരയും ചോദിച്ചു. അങ്ങനെ സംസാരമായ അവസാനം അതൊരു തർക്കത്തിലേക്ക് എത്തി. എന്നാൽ നിങ്ങൾ വെറുതെ അല്ല എനിക്ക് പൈസ തരുന്നത്, നിങ്ങൾ പൈസ വെറുതെ തരേണ്ട ആവശ്യമില്ല. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ശ്രുതി എന്ന് പറയുന്ന ശ്രുതിയുടെ ഒറിജിനൽ നെയിം കല്യാണിയാണെന്നും കല്യാണി മുൻപ് വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുള്ളതാണെന്നും നിങ്ങളുടെ മുന്നിൽ എല്ലാവരോടും കള്ളം പറഞ്ഞ് വിവാഹം കഴിച്ചതാണെന്നും ഒക്കെയുള്ള തുടങ്ങി എല്ലാ സത്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് കല്യാണിക്ക് തന്നെ ആപത്തായിട്ട് മാറും. അത് ഞാൻ പറയാതിരിക്കാനായിട്ടാണ് എനിക്ക് ഈ 1 ലക്ഷം രൂപ വേണ്ടത് എന്ന് ദാസ് കല്യാണിയോട് പറഞ്ഞു. മാത്രമല്ല, ഉടൻ തന്നെ എനിക്ക് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഈ കാര്യങ്ങൾ എല്ലാവരോടും പറയുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ടാണ് ദാസ് പോയത്. അപ്പോൾ ശ്രുതിക്ക് കുറച്ചുകൂടി ടെൻഷനായി. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല, പൈസ എങ്ങനെ തട്ടിയെടുക്കുമെന്ന് അറിയത്തില്ല. സുധി അറിയാനും പാടില്ല. സുധി ഒരിക്കലും ഈ പൈസ എന്തിനാണ് എന്ന് സുധിക്ക് സംശയം തോന്നാൻ പാടില്ല. അപ്പം മീര ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ എത്ര ദിവസം ദാസിന് പൈസ കൊടുക്കും, എത്ര ദിവസം നീ പൈസ കൊടുക്കും, അവസാനം അത് കലിപ്പാവത്തില്ല, അവസാനം അത് പ്രശ്നമാവത്തില്ല എന്ന് മീര ചോദിച്ചു. എന്നാൽ ഇപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, ഇപ്പം എങ്ങനെയെങ്കിലും 1 ലക്ഷം രൂപ അവനെ എത്തിക്കണം, എന്നിട്ട് സുധി ഞാൻ നല്ലതുപോലെ സ്നേഹിക്കും, സ്നേഹിച്ച് അവസാനം സുധി എന്തൊക്കെ പറഞ്ഞാലും ആരെന്തൊക്കെ പറഞ്ഞാലും എന്നെ വിട്ടു പോകാതെ എന്നോടുള്ള സ്നേഹം കുറയാതെ അത്രത്തോളം സ്നേഹത്തോടു കൂടി എൻ്റെ കൂടെ ജീവിക്കണം. അതിനു വേണ്ടിയിട്ട് അത്രത്തോളം ഞാൻ സുധിയെ സ്നേഹിക്കുമെന്നും തൻ്റെ പക്കലോട്ട് കൊണ്ടുവരുമെന്നും ശ്രുതി പറഞ്ഞു. എന്നാൽ വീട്ടിൽ ചെന്നതിന് ശേഷം എങ്ങനെ സുധിയുടെ കയ്യിൽ നിന്നും പൈസ തട്ടിയെടുക്കണമെന്ന് ശ്രുതിക്ക് അറിയത്തില്ല. ചെന്നപ്പോൾ സുധിയാണെങ്കിൽ പൈസ എന്ത് ചെയ്യണം, അങ്ങനെ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇത് ചെയ്താലോ, അങ്ങനെ ഓരോ പ്ലാനുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിസിനസ് തുടങ്ങണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതി വന്ന് കാര്യങ്ങൾ ചോദിച്ചത്. ശ്രുതി വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ഈ പൈസ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ല പൈസ കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി പഠിക്കുവാണെന്ന് ശ്രുതി പറഞ്ഞു. എന്നാൽ ആവശ്യമില്ലാതെ ഓരോന്നിലെടുത്ത് ചാടി അവസാനം പാപ്പറായിട്ടിരിക്കേണ്ട അവസ്ഥ വരുമെന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ശരി എന്ത് ചെയ്യണമെന്ന് ശ്രുതിക്ക് അറിയത്തില്ല. ആർക്കെങ്കിലും ഈ പലിശയ്ക്ക് പൈസ കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് മാസം പലിശ കിട്ടിയാലും ഞാൻ ചുമ്മാ ഇരുന്നാൽ മതി എന്ന് ഇങ്ങനെ ശ്രുതിയോട് ശ്രുതി പറഞ്ഞു. എന്നാൽ ആ ഒരു കാര്യം തന്നെ ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തു. പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന കാര്യം സുധി പറഞ്ഞ സ്ഥിതിക്ക് ആ റൂട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സുധിയുടെ കയ്യിൽ നിന്നും 1 ലക്ഷം രൂപ തട്ടിയെടുക്കാൻ പറ്റുമെന്ന് ശ്രുതി വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ സുധി ഒരു കാര്യം എനിക്ക് 1 ലക്ഷം രൂപ അയച്ചതാ, പകരം സുധിക്ക് ഞാൻ പലിശയായിട്ട് പൈസ തരാം. അപ്പൊ അതെന്തിനാണ്? അത് എനിക്ക് കുറേ ലോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് സുധിക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ പൈസ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ മാസം പലിശയായിട്ട് സുധിക്ക് അയച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ സുധിക്ക് ആദ്യം മനസ്സിലായില്ല. ഉടൻ തന്നെ ശ്രുതി തൻ്റെ അക്കൗണ്ടിൽ നിന്നും 2000 രൂപ സുധിക്ക് അയച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ 2000 രൂപ പലിശയായിട്ട് ഞാൻ സുധിയുടെ അക്കൗണ്ടിലോട്ട് ഇട്ടു. 1 ലക്ഷം രൂപ സുധി എനിക്ക് അയച്ചു തരാനായിട്ട് പറഞ്ഞു. ഉടൻ തന്നെ ഒന്നും ചോദിക്കാതെ സുധി ആ പൈസ അയച്ചു കൊടുത്തു. കണ്ടോ, ഇപ്പോൾ സുധിക്ക് 2000 രൂപ ലാഭം കിട്ടിയത് കണ്ടോ. ഇതുപോലെ മാസാമാസം ഞാൻ പലിശയായിട്ട് 2000 രൂപ തരും, അപ്പോൾ സുധിക്ക് 1 ലക്ഷം രൂപ ലാഭമായില്ലേ, ഇത് പലിശ ചുമ്മാ കിട്ടിക്കൊണ്ടിരിക്കുമല്ലേ എന്നൊക്കെ പറഞ്ഞ് മണ്ടനായി സുധിയെ വിശ്വസിപ്പിക്കാനായിട്ട് ശ്രുതിക്ക് സാധിച്ചു. അങ്ങനെ ആ പൈസ ദാസിന്റെ കയ്യിൽ കൊടുത്തു. പ്രശ്നം തൽക്കാലത്തേക്ക് സോൾവ് ചെയ്തു. അങ്ങനെ ആശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ
ഈ പ്രശ്നം ഇതൊന്നും ഒരു പ്രശ്നവുമല്ല. സച്ചി യഥാർത്ഥത്തിൽ വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങാൻ പോകുകയാണെന്ന് ആ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോഴാണ് സച്ചിക്ക് പോലും മനസ്സിലായത്. സച്ചി റെസ്റ്റോറൻറ്റിലെത്തി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ഒരു ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ഓട്ടവും കിട്ടാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കൈനോട്ടക്കാരൻ, ഒരു ജോത്സ്യൻ അവിടേക്ക് വന്നു. എന്നിട്ട് സച്ചിയോട് പറയുവാണ്, സച്ചിയുടെ കൈ നോക്കി ഞാൻ ഭാവി പറയും, ഞാൻ നിങ്ങളുടെ കൈ നോക്കി ഭാവി പറയും, വരുന്ന കാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പറയും, ഇങ്ങനെ മുൻകൂട്ടി പറയും എന്നൊക്കെ പറഞ്ഞപ്പോൾ മഹേഷ് പറഞ്ഞു, ശരി സച്ചിയുടെ കൈ നോക്കി പറ. അപ്പോൾ ആദ്യം തന്നെ സച്ചിയുടെ മുഖം നോക്കിയിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് വില്ലനായിട്ടുള്ളത് നിങ്ങളുടെ നാക്കാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്നും, സച്ചിയുടെ കൈ നോക്കിയിട്ട് നിങ്ങളുടെ ഭാര്യ ഒരു ഐശ്വര്യ ദേവതയാണ്, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്കൊപ്പം ഉള്ളിടത്തോളം കാലം ഒരു കാരണവശാലും നിങ്ങൾക്ക് തളരേണ്ടി വരത്തില്ല, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരത്തില്ല. പക്ഷേ കുറച്ച് നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ നിർണായക ദിവസം തന്നെയാണ്. ഈ കുറച്ച് നാളുകൾക്കകം തന്നെ നിങ്ങൾ ഒരുപാട് പേരുടെ മുന്നിൽ നാണം കെടേണ്ടി വരും, സമൂഹത്തിൽ നിങ്ങളുടെ വില നഷ്ടപ്പെടും, ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരും, ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. അതിനുശേഷം നല്ല കാലമായിരിക്കുമെന്ന് സച്ചിയോട് ആ ജോത്സ്യൻ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ അതൊരു അന്ധവിശ്വാസമാണെന്ന് സച്ചി പറഞ്ഞു തള്ളി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സച്ചിയുടെ സുഹൃത്ത് അനൂപ്, അന്ന് ഒരുപാട് ഓർഡർ കൊടുത്ത ആ അനൂപ് സച്ചിയെ വിളിക്കുകയും എന്നിട്ട് ഒരു ഓട്ടമുണ്ട്, നീ എത്രയും പെട്ടെന്ന് ഓഫീസിലോട്ട് വരാനായിട്ട് സച്ചിയോട് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് സച്ചി അനൂപിന്റെ അടുത്തേക്ക് പോകുവാണ്. ഭയങ്കര സന്തോഷത്തിലാണ് പോകുന്നത്. ഓട്ടോ ഒന്നും കിട്ടാതിരിക്കുന്ന സമയത്ത് അനൂപ് വിളിച്ചതല്ലേ, അപ്പോൾ ഒരു ഓട്ടം കിട്ടിയ സന്തോഷത്തിലാണ് സച്ചി പോയത്. എന്നാൽ ഈ ഒരു സന്തോഷത്തോടു കൂടി സച്ചി പോകുന്നത് വലിയൊരു ദുരന്തത്തിലേക്കാണെന്ന് സച്ചി അറിയുന്നില്ല. രേവതി തന്നെ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് അമ്മ പൂക്കടയിൽ പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി അമ്മയെ കാണാനായിട്ട് വന്നു. ദേവു അവിടെ ഉണ്ടായിരുന്നു. അമ്മയോട് ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് രേവതി നിർബന്ധിച്ച് കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആന്റണിയുടെ ബൈക്കിൽ വന്ന് ശരത്ത് ആന്റണിയുടെ ബൈക്കിൽ വന്ന് ഇറങ്ങുന്നത് രേവതി കണ്ടത്. ഉടനെ തന്നെ കല്ലുതുള്ളിയ രേവതി നേരെ പോയി ആന്റണിയോട് ഒരുപാട് ദേഷ്യപ്പെട്ടു, ആന്റണിയെ ഒരുപാട് കുറ്റപ്പെടുത്തി. എന്നിട്ട് നീ മോശപ്പെട്ട ആളാണ്, നീ എൻ്റെ അനിയനെ തൊലയ്ക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നതാണ്, നീ എൻ്റെ അനിയൻ്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ടു. അതൊക്കെ കേട്ടപ്പോഴും നിങ്ങളുടെ ഭർത്താവിനെ പോലെ അല്ല ഞാൻ, ഒരിക്കലും ഞാൻ ശരത്തിനെ ഉപദ്രവിക്കത്തില്ല, അവനെ വേദനിപ്പിക്കത്തില്ല, ഞാൻ അവനെ പൊന്നുപോലെയാണ് കൊണ്ട് നടക്കുന്നത്, എൻ്റെ ഉറ്റ സുഹൃത്താണ് എന്നൊക്കെ പറഞ്ഞപ്പോഴും രേവതിക്ക് അത് സഹിച്ചില്ല. രേവതി വീണ്ടും കുറ്റപ്പെടുത്തി, ഒരുപാട് കുറ്റപ്പെടുത്തി. നിന്നെ പോലെ കുടിച്ച് നടക്കുന്ന ആളല്ല എൻ്റെ സച്ചിയേട്ടൻ, നിന്നെ പോലെ കുടിച്ച് അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നീ എൻ്റെ അനിയൻ്റെ ജീവിതവും തകർക്കുമെന്ന് പറഞ്ഞപ്പോൾ സച്ചി കുടിക്കുന്നതോ, സച്ചിയും കുടിക്കുമല്ലോ, സച്ചി കുടിച്ചിട്ട് മറ്റുള്ളവർക്ക് തലവേദന ഉണ്ടാക്കുന്നതോ അതൊന്നും ഒരു പ്രശ്നമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആന്റണിയും രേവതി അവിടെ വഴക്കുണ്ടാക്കി. എന്നാൽ അവിടെ വെച്ച് ആ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ, ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ രേവതി സച്ചി അത്രത്തോളം വിശ്വസിക്കുവാണ്, അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ രേവതിയുടെ ആ വിശ്വാസവും സ്നേഹവും തകർക്കാനായിട്ട് ആന്റണി ശ്രമിക്കുവാണ്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ആന്റണി കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും സച്ചി നേരിടേണ്ടി വരുന്നത്? ഇനി ആ ജോത്സ്യന്റെ പ്രവചനം സത്യമാകുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരയ്ക്കും ടാറ്റ ബൈ.